ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. വിചാരിച്ച കാര്യങ്ങൾ നടക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ പലതരത്തിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം സ്വസ്ഥമാകും, സുന്ദരമാകും എന്നുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ കടബാധ്യതകൾ ഏറിക്കൊണ്ട് വരുമ്പോൾ ആഗ്രഹങ്ങളും സ്വപ്ന പദ്ധതികളുമൊന്നും നടക്കാതെ വരുന്ന സാഹചര്യങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചകൾ, സകല സൗഭാഗ്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വരുന്ന അവസരം, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് ഉയരാനുള്ള സാധ്യതകളാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ അവരുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന നിമിഷം ഇവർക്ക് എല്ലാവിധത്തിലുള്ള കുതിച്ചുചാട്ടവും നടത്താനുള്ള സാഹചര്യങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയിക്കാനും നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ അവരുടെ കൂടെ കൊണ്ടുപോകുന്നതിനും കോടീശ്വര പദവി വരെ എത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഈശ്വരാനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകുക, സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രശ്നപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സൗഭാഗ്യങ്ങളും ഉയർച്ചകളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും. നിത്യവും ഈശ്വര പ്രാർത്ഥന ചെയ്യുക, നാമജപം ചെയ്ത് സൽക്രമങ്ങൾ ചെയ്ത് മനസ്സിൽ നല്ല ചിന്തകൾ നിറച്ച് ഈശ്വരനെ അറിഞ്ഞു സേവിച്ച് കഠിനമായി അധ്വാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ നേട്ടങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള കാര്യങ്ങളും ദാനധർമാദികളും പാപഭാരം കുറയ്ക്കാനുള്ള സൽക്രമങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഉന്നതികൾ വരും. അതിലൂടെ വ്യാഴപ്രീതി, ഈശ്വരാനുഗ്രഹം, ഭാഗ്യം എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഒരു സമയമാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പരാധീനതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുലഭമായ അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇവർ ജീവിതത്തിൽ നല്ല നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിൽ സുന്ദരമാകുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന, കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന, കഠിനമായി അധ്വാനിച്ചുകൊണ്ട് സ്നേഹാദരവും സ്ഥാനമാനങ്ങളും ലഭിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ തൊഴിലിൽ മിന്നുന്ന വിജയം നേടിയിരിക്കും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. കടബാധ്യതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ആരോഗ്യ പരാധീനതകളൊക്കെ മാറി ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. കടക്കണി മാറി സാമ്പത്തിക ഉന്നതിയും കോടീശ്വര പദവി വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന നിമിഷം ഇവർക്ക് 10 മടങ്ങ് വർധനവോടുകൂടി ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന അവസ്ഥകളൊക്കെ എത്താനുള്ള സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമൊക്കെ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവർ ഈശ്വരാധീനവും ഈശ്വര പ്രാർത്ഥനയിലൂടെയും മുന്നോട്ട് പോകുക, എല്ലാവിധ ഉയർച്ചകളും ഇവർക്ക് ഒന്നുചേരും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കോടീശ്വര പദവിയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കടബാധ്യതകളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഇവർ ജീവിതത്തിലെ അർത്ഥവത്തായ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന അവസ്ഥകളാണ് ഇനി മുതൽ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഇവർ മിന്നുന്ന വിജയവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരും. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുതിച്ചുയരുന്ന അവസ്ഥകളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഇനി പിടചൊല്ലാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിലവാര ഉയർച്ചകൾ, ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നുകൊണ്ട് ഇവർ മിന്നുന്ന വിജയമാണ് ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന അവസ്ഥാന്തരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതിന് ഇവർ ഈശ്വരനോട് നന്ദി പറയണം. അതോടൊപ്പം തന്നെ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. കുടുംബത്തെ ഒന്നടങ്കം ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഭാവിയാണ് വരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും സമ്പന്നമാക്കുന്ന ഉയർന്ന രീതിയിൽ ജീവിത അവസ്ഥകൾ വന്നു ചേർന്ന്
ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേർന്ന് വലിയ രീതിയിൽ ഉയർന്ന അവസ്ഥകൾ വന്നു ചേരുന്ന അവസ്ഥയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി കാണാൻ പോകുന്നത്. ഇവർ സന്തോഷം കൊണ്ടും ആഡംബരം കൊണ്ടും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഭാവിയാണ് വരാൻ പോകുന്നത്. ഭാവി കാലം ഇനി അവർക്ക് ഒരിക്കലും ദുരിതങ്ങളെ കുറിച്ച് ഓർക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്വപ്നതുല്യമായ പദ്ധതികളും ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും ഉയർന്ന രീതിയിലേക്ക് ഇവർ എത്തപ്പെടും. ഉയർന്ന ഭാഗ്യവും ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഉയർച്ചകൾ വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും പണലഭ്യത വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, മാസവരുമാനം വർദ്ധിക്കുക, ഉദ്യോഗാർത്ഥികൾക്ക് ഉന്നതമായ ജോലി ലഭിക്കുക, പഠന മികവ് കൊണ്ട് വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുക, ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രം. കടബാധ്യതകളും ദുരിതങ്ങളൊക്കെ മാറി അനുകൂലമായ രീതിയിൽ ജീവിതം സമ്പന്നമാകുന്ന അവസ്ഥകൾ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഉയർന്ന ഭാഗ്യം ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്നു. എല്ലാ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. കഷ്ടതകൾ നിറഞ്ഞ ഒരു ഭൂതകാലം ഇനി ഉണ്ടാവുകയില്ല. ഭാവിയിൽ വലിയ രീതിയിലുള്ള സമ്പന്നത ഇവർക്ക് അനുഭവിക്കാൻ കഴിയും. സമ്പന്നരാകുന്ന അവസ്ഥകളും കുതിച്ചുയരുന്ന നേട്ടങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും ഉയർന്ന നേട്ടങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ രീതിയിൽ ഉന്നതമായ സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥാന്തരങ്ങളാണ് വരാൻ പോകുന്നത്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു. ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും നിലവാരവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇവർ നേട്ടങ്ങൾ ഒട്ടനവധി ഇവരുടെ ജീവിതത്തിൽ പകർത്തുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ ഉയർന്ന രീതിയിലുള്ള ധനസമ്പാദനത്തിനുള്ള യോഗമുണ്ട്. കഷ്ടതകളും ദുരിതങ്ങളൊക്കെ മാറി ഇവർ മിന്നുന്ന വിജയമാണ് ഇനി മുതൽ ജീവിതത്തിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇവരെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇവർ കുതിച്ചുയരും. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ജീവിതത്തിൽ കഷ്ടതകൾ നിറഞ്ഞ ഭൂതകാലത്തിൽ നിന്നും ദുരിതങ്ങളും കടബാധ്യതകളും ഒക്കെ മാറി അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യ സമ്മാനങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി മുതൽ വരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉയർന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി മുതൽ സംഭവിക്കാൻ പോകുന്ന. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നമാകുന്ന ഉയർന്ന വരുമാനവും സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന അവസ്ഥകളാണ് ഇനി മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന. എല്ലാം കൊണ്ടും ഉയർന്ന നേട്ടങ്ങളും ഉന്നതമായ ഭാവി ജീവിതവും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് അവരുടെ ദാമ്പത്യ ബന്ധം, കുടുംബ ജീവിതം ഇവയിലൊക്കെ ഉയർച്ചകൾ കാണാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടബാധ്യതകളും സാമ്പത്തിക ദുരിതങ്ങളും അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോകുക. പുണ്യപ്രവൃത്തികളും സൽക്കർമ്മങ്ങളും ദാനധർമാദികളും ഒക്കെ ചെയ്യുക. കടബാധ്യതകളൊക്കെ തീർക്കാൻ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഒരു ഫലം അനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയൊരു തുക ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാവുക. അതിലൂടെ ഇവരുടെ ജീവിതം സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ഈശ്വരാനുഗ്രഹവും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.